അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെ എന്റെ കുട്ടികളെ വർത്താനം? എല്ലാവർക്കും റാഹത്തല്ലേ? സന്തോഷല്ലേ? ആരൊക്കെയോ മുഖത്ത് എന്തൊക്കെയോ ഒരു സന്തോഷക്കുറവുണ്ടല്ലോ. നോമ്പായോണ്ടായിരിക്കും അല്ലേ? അത് സാരല്ല, അതൊക്കെ റെഡിയാവും. നിങ്ങൾക്ക് ക്ഷീണം എപ്പോഴാണോ മാറുന്നത് അപ്പൊ ക്ലാസ് കേട്ടാൽ മതി. ഇൻഷാ അള്ളാ. നമ്മളെ ഇന്നത്തെ ക്ലാസ് എത്രാമത്തെ ക്ലാസ് അറിയോ? ആ, രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും പഠിച്ചുകൂണോ? നമ്മളിപ്പോ പഠിക്കുന്നത് അറബി അക്ഷരമാലകളാണ്. അതിൽ ടോട്ടൽ നമ്മൾ അറബി അക്ഷരമാല എത്ര പറഞ്ഞിട്ടുള്ളത്? 28 അല്ലെ? അതിൽ നമ്മൾ ഇന്നലെ 10 അക്ഷരങ്ങൾ പഠിച്ചു. എത്രണ്ണം? 10 എണ്ണം. ഇനി ബാക്കി എത്ര അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ? ആകെ 18 അക്ഷരങ്ങളെ പഠിക്കാനുള്ളൂ. അതിൽ ഇന്ന് നമുക്ക് 10 എണ്ണം കൂടി പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ? ആ, ഒരു ഊർജത്തിൽ നിൽക്കുങ്ങള്, ഒരു ഉഷാർ കമ്മിയുള്ള പോലെ. ഇന്ന് നമുക്ക് 10 എണ്ണം പഠിച്ചാൽ മതി. ബാക്കി 8 എണ്ണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാ. അപ്പോ ആ 10 അക്ഷരങ്ങൾ പറയുന്നതിന്റെ മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് ഒരു വർക്ക് തന്നിരുന്നു. അതെല്ലാരും ചെയ്തു കാണുമായിരിക്കും അല്ലേ? നോട്ട് എല്ലാരും എഴുതിക്കണോ? ആ, ഓക്കെ. ഏതുപോലെ? ഉസ്താദ് അതിനൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ, കണ്ടില്ലേ ഉസ്താദ്? അലിഫ്, ബാ, താ, താ, ജീവ്, ഹാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച 10 അക്ഷരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ഉസ്താദ് ഒരു മോഡൽ കാണിക്കാനും വേണ്ടി മാത്രം 2 വരി എഴുതിയിട്ടുള്ളൂ. നിങ്ങളിത് 2 എണ്ണം എഴുതിയാൽ പോരാ, നിങ്ങളിത് മുഴുവനായിട്ടും ഫില്ല് ചെയ്യണം. ഇതുപോലെ വര വരച്ചിട്ട് താഴോട്ട്. ദാ, കണ്ടില്ലേ? വൃത്തിയായിട്ട് എഴുതണം. അപ്പൊ നമുക്ക് ഇന്നത്തെ അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം ഇതുവരെ നമ്മൾ പഠിച്ച മൊത്തത്തിലുള്ള അക്ഷരങ്ങൾ, അതായത് ഇന്നത്തെ 10 അക്ഷരവും കഴിഞ്ഞ ക്ലാസ്സിലെ 10 അക്ഷരവും, ടോട്ടൽ 20 അക്ഷരങ്ങൾ നമുക്ക് ഒന്നായിട്ട് ബോർഡിൽ എഴുതിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊന്നും നമുക്ക് പറഞ്ഞു നോക്കാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് അലിഫ്, ബാ, ആ പറയും എല്ലാവരും. ആ, താ, സാ, ജീമ്, ഹ, ഹ, പിന്നെ ഏതാ? ദാല്, ദാല്, റാ. ഈ 10 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഇനി നമുക്ക് അതിന് ശേഷമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. റാ വരെ നമ്മൾ പഠിച്ചത്. അവസാനം പഠിച്ച അക്ഷരം റാ അല്ലെ? റാ ആണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? ആ, ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചത് റാ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത്? അറബി അക്ഷരം വളരെ സിമ്പിളാ. ഒരുപോലത്തെ കുറെ അക്ഷരങ്ങളുണ്ട്. അതില് മുകളിൽ ചിലതിന് പുള്ളി ഉണ്ടാവും, ചിലതിന്റെ വയറ്റിൽ പുള്ളി ഉണ്ടാകും, ചിലതിന്റെ താഴെ പുള്ളി ഉണ്ടാകും. ചെറിയ ചെറിയ മാറ്റങ്ങളെ കാണൂ. അപ്പൊ ഈ റായിന് ഞാൻ ഇവിടെ എഴുതാൻ കാരണം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ റായിന്റെ അതുപോലത്തെ ഈ ഒരു സ്ട്രക്ചർ, അതിന്മേൽ ചെറിയൊരു പുള്ളി ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു വേറൊരു അക്ഷരമായിട്ട് മാറി. അതേതാ? റാ കഴിഞ്ഞാൽ സ, സ. ഇങ്ങനെ മുകളിൽ ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഏതാ? അപ്പോ റാ, അപ്പൊ ഏതൊക്കെയായി? ദാല്, ദാല്, റാ, സായി. ഇനി ഇത് വേണ്ട കേട്ടോ, നമ്മൾ ടോട്ടല് 10 ആണ്. ഈ റാ ഇവിടെ വേണ്ട. റാ, സാ കഴിഞ്ഞിട്ട് സീന്, സീന്. അടുത്ത അക്ഷരം ഏതാണ് ഉച്ചരിക്കുക? സീന്. ഓക്കെ. അടുത്തത് ഇതുപോലെ എഴുതുക. പുള്ളിയുടെ മാറ്റം മാത്രമേ ഉള്ളൂ. സീന് കഴിഞ്ഞാൽ ഷീന്. എഴുതുന്നത് ഓരോരുത്തരും മനസ്സിലാക്കണേ. എങ്ങനെയാണ് ഉസ്താദ് എഴുതുന്നത് അതുപോലെ എഴുതാൻ ശ്രമിക്കുക എല്ലാവരും. അവരവന്റെ നോട്ടിൽ വൃത്തിയായിട്ട് ഉസ്താദ് എഴുതുന്നത് പോലെ എഴുതാൻ ശ്രമിക്കട്ടോ. സീനായി, ഷീനായി. ഇനി അടുത്ത അക്ഷരം സ്വാദ്. സ്വാദ് എഴുതണത് നോക്കണേ, നോക്കണേ. ആ, അയ്വ, ഇതാണ് സ്വാദ്. നല്ല സ്വാദല്ലേ കണ്ടിട്ട്? ആ, ഈ സ്വാദ്, ഇതും നമ്മൾ നേരത്തെ സീൻ എഴുതിയത് പോലെ തന്നെ ഇതിനൊരു പുള്ളി ഇട്ട് കൊടുക്കണം നമ്മള്. അതെവിടെ? മുകളിൽ തന്നെ. സ്വാദ്, വാദ്. ഇത് കുറച്ച് ചെറുതായി പോയി തോന്നുന്നു, നമുക്ക് മായ്ച്ചാം. സ്വാദ് കഴിഞ്ഞിട്ട് ആ, വാദ്. എത്ര അക്ഷരായി? 1 2 3 4 5. 5 അക്ഷരങ്ങളായി ഇന്ന് പഠിച്ചു. ഇനി ഒരു 5 അക്ഷരം കൂടി പഠിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് എടുക്കണില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് 2 ദിവസം മുന്നേ നമ്മൾ എടുത്തത്. ഇപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ചെറിയ വിശ്രമങ്ങളൊക്കെ തരാന്ന് കരുതിയിട്ട്. നോമ്പൊക്കെ അല്ലേ, സ്വാഭാവികം നിങ്ങൾക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് സാവകാശം പഠിച്ചു പോയാൽ മതി കേട്ടോ. തിരക്കൊന്നും ഇല്ലല്ലോ. ഇൻഷാ അള്ളാ ഈ ക്ലാസ് കഴിയലോട് കൂടെ നമ്മൾ ലക്ഷ്യം എന്താ?
പറയ് ലക്ഷ്യം എന്താ? അറബി വ്യക്തമായിട്ട് വായിക്കാൻ പഠിക്കലും ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതല്ല നമുക്കൊക്കെ വേണ്ടത്. അപ്പൊ സാവകാശം പഠിച്ചാൽ മതി. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. ഇൻഷാ അള്ളാ. ഇപ്പൊ 5 അക്ഷരങ്ങളായി. ഏതൊക്കെ? സായ്, സീന്, ഷീന്, സ്വാദ്, ളാദ്. ഇനി ഏതാ? ത്വാ. ഏതാണ്? ത്വാ. ഇതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇട്ടതുപോലെ ഇവിടെ ഇടുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ. മുകളിൽ നിന്നും ഒരു അലിഫിന് ഇങ്ങോട്ട് ഇറക്കുക. ത്വാ, ത്വാ. എഴുതണ് മനസ്സിലായില്ലേ? അപ്പോ ഇനി ഇവിടെ എഴുതണ്ട, നമുക്ക് ഇവിടെ എഴുതട്ടോ. അപ്പോ സ്വാദ്, ളാദ്, ത്വാ, ത്വാ. അതൊക്കെ ഉച്ചാരണ മഹ്റജുകളൊക്കെ നമ്മൾക്ക് ഇൻഷാ അള്ളാ വരും ക്ലാസ്സുകളിൽ പഠിക്കുക. ഇപ്പോൾ തന്നെ എല്ലാ അക്ഷരങ്ങളും മഹ്റജും എല്ലാം പാടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. മഹ്റജുകളൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ത്വാ ആയി. ഇനി ഇത് ളാദ പറഞ്ഞു. ത്വാ അതിന്റെ മേലെ പുള്ളിട്ടാൽ ളാ. ഇത് ളാദ്, മറ്റേത് ളാ. മാറരുതേ. സ്വാദ്, ത്വാ. ഇത് ളാദ്, ഇതിന്റെ മുകളിൽ പുള്ളിട്ടാൽ ളാ കേട്ടോ. എങ്ങനെ? അതുപോലെ ഇതാ ഇതാ ത്വാ, ളാ. ഇപ്പൊ എത്ര അക്ഷരായി? 1 2 3 4 5 6 7. ഇനി ആകെ 3 അക്ഷരങ്ങളെ ബാക്കിയുള്ളൂ. ത്വാ, ളാ ആയി. ഇനി ഐന്. ഐന് എഴുതണ നോക്കി. ഐന് നിങ്ങൾക്ക് ചിലപ്പോ ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ടാവും. 3 എഴുതാറിയില്ല. 3 നമ്മളെങ്ങനെ എഴുതുക? ഇങ്ങനെ 3 എഴുതുക. 3 അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പൊ അതിന് ഓപ്പോസിറ്റ് കറക്റ്റ് 3 അല്ല കേട്ടോ. ഇത് ചെറിയ മാറ്റണ്ടേ. ഇങ്ങനെയാണ് ശരിക്കും അയില് എഴുതുക. എങ്ങനെ? ഇങ്ങനെയാണ് നമ്മൾ അയിനിനെ എഴുതാറ് കേട്ടോ. അപ്പോ 3 കറക്റ്റ് തിരിച്ചിടല്ല. അയില്. ഇനി അതിന്റെ മുകളിൽ ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി? ഗൈന്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിച്ചാൽ മതി. സ്ട്രക്ചറൊക്കെ പിന്നീട് നമുക്ക് സാവകാശം പഠിക്കാം. ഇങ്ങനെ ശരിക്കും ഇതിന്റെ രൂപം ഇങ്ങനെ വന്നിട്ട് ഈ രണ്ടാമത് എടുക്കുന്നത് ഇങ്ങനെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗം വ്യത്യസ്തമായിട്ട് എടുത്തുള്ള എഴുത്താണ് ശരിക്കും ഇതിന്റെ സ്ട്രക്ചർ. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഒരൊറ്റ ഇതിലായിട്ട് എഴുതുന്നത്. മനസ്സിലാവുണ്ടല്ലോ കുട്ടികളെ? ഒറിജിനൽ രൂപം എങ്ങനെയാണ്? ഈ മുകളിലത്തെ ഭാഗം മാത്രം. രണ്ടാമത്തത് ഇവിടുന്ന് കുറച്ച് വൈഡായിട്ട് എടുക്കുക. ഇങ്ങനെയാണ് അതിന്റെ രൂപം കേട്ടോ. അപ്പോ ഐനായി, വൈനായി. 7 8 9 9 അക്ഷരായില്ലേ? 2 4 6 8 9. ലാസ്റ്റ് ഒരു അക്ഷരം ഐന്, വൈന്, ഫാ. എങ്ങനെ? ഫാ. ഐവാ, ഫാ. ഇനി ഇതിന് ഓരോന്നിനും ഉച്ചരിക്കണത് മഹ്റജ് അറിയില്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് എന്റെ ചുണ്ടിലേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം നമ്മൾ പറഞ്ഞത് എന്ന് പറയുമ്പോ നമ്മൾ ഈ ചെവിയിലൊക്കെ ഇങ്ങനെ ഈ ഈച്ചകളും കൊതുകുകളൊക്കെ വരുമ്പോ ഒരു തരിപ്പുണ്ടാവും പറഞ്ഞിട്ട്. ആ ഒരു ഉച്ചാരണം ഞാൻ എന്ന് പറയുമ്പോ ഇത് ഉച്ചരിച്ച് വീട്ടുകാരൊന്നും ഇടങ്ങാറാക്കരുത് കേട്ടോ. പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉച്ചരിച്ചാൽ മതി കേട്ടോ. അപ്പോ പിന്നെ സ സ സ എന്ന് പറയുമ്പോ ഒരു കാറ്റ് പുറത്തേക്ക് പോകും. സ. പിന്നെ ഷ എന്ന് പറയുമ്പോഴും കാറ്റ് പുറത്തു പോകും. പക്ഷെ രണ്ടിന്റെ ഉച്ചാരണ വ്യത്യാസം ഉണ്ട്. ഒന്ന് സ, ഒന്ന് ഷ കേട്ടോ. പിന്നെ സ്വ. എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അത് ഈ സൈഡിലുള്ള പല്ലിൽ ഇങ്ങനെ തട്ടണം. സ്വ. അങ്ങനെയാണ് ശരിക്കുള്ള ഉച്ചാരണം. സ്വ കേട്ടോ. പിന്നെ സ്വാദ്. അതുപോലെ ളാദ്. അതിന്റെയും മഹ്റജ് ചെയ്ത് തന്നെയാണ്. നാവ് ഈ ഒരു പല്ലിന്റെ സൈഡിൽ തട്ടുക. ളാദ്. പിന്നെ ത്വാ എന്ന് പറയുമ്പോ നമ്മുടെ വായ നിറച്ചു പിടിക്കുക. ത്വാ. അതുപോലെ കേട്ടോ. അപ്പൊ സ്വാദ്, ളാദ്, ത്വാ, ളാ. ഇനി ഐൻ ഹൽക്കുന്നാണ് വരണം. ഐന്, ഗൈന് കേട്ടോ. പിന്നെ ഫ എന്ന് പറയുമ്പോ നമ്മുടെ ചുണ്ടിന്ന് ഇങ്ങനെ കാറ്റ് പോകും. ഫ. വായിന്ന് ഇങ്ങനെ കാറ്റ് പോയിട്ട് ചുണ്ട് കുറച്ചിങ്ങനെ പൊന്തിക്കും. ഫ. അടുത്ത അക്ഷരങ്ങള് ആകെ എത്ര അക്ഷരായി? ഇന്നലെയുള്ള 10ഉം ഇന്നത്തെ 10ഉം. 10 പ്ലസ് ഇന്നലക്കത്തെ 10, ടോട്ടൽ 20. ഇനി നമുക്ക് ബാക്കി 8 അക്ഷരങ്ങളെ ബാക്കിയുള്ളൂ. അതും കൂടി പഠിച്ചാൽ അറബി അക്ഷരമാല ഹലാസ്. നിങ്ങൾ തയ്യാറല്ലേ? അല്ലേ? നിങ്ങൾ റെഡിയിലിരിക്കി. ഇതൊരു ഉഷാറില്ലാത്ത. അപ്പോ ഓരോന്നിന്റെയും ഉച്ചാരണ ഉസ്താദ് പറഞ്ഞതുപോലെ പഠിക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ കിട്ടണില്ലെങ്കിൽ നിങ്ങൾ ഉപ്പാനോടോ ഉമ്മാനോടോ അല്ലെങ്കിൽ നിങ്ങൾ താത്താരൊക്കെ മദ്രസ പഠിക്കണവരുണ്ടാകും, അവരോടൊക്കെ ചോദിച്ച് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ താത്താരൊക്കെ ഒപ്പം ഇരുത്തിയിട്ട് ഈ ക്ലാസ് കേൾക്കുക. അപ്പൊ എന്താവും, വ്യക്തമായിട്ടും അവര് പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾ ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിച്ചാൽ ഇൻഷാ അള്ളാ ഈ ക്ലാസ് കഴിയുമ്പോക്കും നിങ്ങൾ ഉഷാറായിട്ട് അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാൻ പഠിക്കും കേട്ടോ. അതുപോലെ ഇപ്പൊ മദ്രസ ഒക്കെ പൂട്ടിയ ഒരു സമയമാണ്. അപ്പൊ നല്ല പറ്റിയ അവസരമാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് അക്ഷരങ്ങൾ പഠിക്കുക. മദ്രസയിൽ പോവാൻ തുടങ്ങാത്ത കുട്ടികൾക്കൊക്കെ ഇപ്പോ തന്നെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ 1-ാം ക്ലാസ്സിൽ പോകുമ്പോഴേക്കും ഉസ്താദുമാർ ക്ലാസ് എടുക്കുമ്പോൾ ഉഷാറായിട്ട് എന്താക്കുക, ഉസ്താദ് ഓരോ അക്ഷരം എഴുതി കാണിക്കുമ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ചെറിയ കുട്ടികളൊക്കെ ക്ലാസ് കേൾപ്പിക്കുക. അതുപോലെ ഇനിയിപ്പോ മദ്രസ് പൂട്ടിയ ഒരു സമയമാണ്, വെറുതെ ഇരിക്കുകയാണ് വീട്ടിലൊക്കെ, ഇങ്ങനത്തെ അക്ഷരമാലകളൊക്കെ പഠിക്കുക. നിങ്ങളെ സുഹൃത്തുക്കളോ നിങ്ങളെ കുടുംബക്കാരോ കൂട്ടുകാരൊക്കെ ചിലപ്പം ഇങ്ങനത്തെ ക്ലാസ് അന്വേഷിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ ഉസ്താദ് തുടങ്ങിയിരിക്കണു, നീ ഒന്ന് കേട്ട് നോക്ക്, വേണമെങ്കിൽ തുടർന്നോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള തരത്തിൽ ഈ ക്ലാസ്സുകൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. തയ്യാറല്ലേ? ആ ഓക്കെ ഓക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് എന്താക്കുള്ളൂ അടുത്ത വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ ഒപ്പം വേണം. നിങ്ങളാണ് നമ്മളെ ക്ലാസ്സില് താരങ്ങള്. നിങ്ങളില്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലല്ലോ, അപ്പൊ നിങ്ങളാണ് താരങ്ങള് കേട്ടോ. അപ്പൊ നമ്മള് ടോട്ടൽ ഇന്നലെ എടുത്ത് താഴെ ഇതല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്? അലിഫ്, ബാ, താ, താ, ജീമ്, ഹാ, ഹാ, ഖാ, ദാല്, ദാല്, റാ. എത്രയായി? 1 2 3 4 5 6 7 8 9 10. റാ. ഈ റാ കഴിഞ്ഞതിന് ശേഷമാണ് സ. റാ, സായ്, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാ, ളാ, ഐന്, ഗൈന്, ഫാ. 20 അക്ഷരായി. ഇനി ഇതിനൊരു പാട്ടുണ്ട്. ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് എന്തുണ്ട്, ഒരു പാട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് എന്ത്, തുടക്കത്തിൽ 1-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പാട്ട് വേണം, കഥ വേണം, അതുപോലെ തന്നെ രസകരമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ വെച്ചിട്ട് എന്തുണ്ട്, അറബി അക്ഷരമാലകൾ വെച്ചിട്ട് ഒരു സുന്ദരമായ ഒരു പാട്ടുണ്ട്. അത് ഇൻഷാ അള്ളാ നമ്മൾ ഒന്നായിട്ട് പാടണം. നമുക്കൊക്കെ ആദ്യം ഞാൻ പാടിത്തരും, പിന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരെ ആവർത്തിച്ച് പാടണം. നിങ്ങൾ തയ്യാറല്ലേ? പാടൂല നിങ്ങള്? അപ്പൊ നമുക്ക് എന്താക്കാം, അത് മുഴുവനായിട്ടും 28 അക്ഷരമാല കഴിഞ്ഞിട്ട് മതി. കാരണം ഇപ്പൊ പാടുമ്പോൾ നിങ്ങൾക്ക് ആ രീതി ഒക്കാത്തതുപോലെ തോന്നും. അപ്പോ 28 അക്ഷരവും പഠിച്ചതിന് ശേഷം അത് പാടുമ്പോ നല്ലൊരു ഭംഗിയായിട്ട് തോന്നും. എന്റെ പാട്ട് കേട്ടിട്ടല്ല, നിങ്ങൾ പാടുമ്പോ കേട്ടോ. അപ്പൊ അലിഫും ബ, താ ഉം ത, ജീമുൻ ഹ ഉം ഹ ഉം ദ, ദാലും റ, സായും സീൻ, ഷീനും സ്വാദും ളാദും ത്വ, ളാഉൻ ഐൻ, അഗൈനും ഫ. അങ്ങനെ പറഞ്ഞിട്ട് ഉഷാറായിട്ട് പാട്ട് പോകും. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അത് നമുക്ക് ലാസ്റ്റിക്ക് പാടി പഠിക്കട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ 8 അക്ഷരം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ഇപ്പൊ ടോട്ടല് 20 അക്ഷരങ്ങളായി. 8 അക്ഷരങ്ങൾ കൂടി പഠിച്ചാൽ അറബി അക്ഷരങ്ങൾ ഫുള്ളായി. അതിനുശേഷമാണ് നമ്മൾ ഹർക്കത്തുകളൊക്കെ പഠിക്കുക. ഹർക്കത്ത് എങ്ങനെ? ഫത്തഹ് നമ്മൾ പറഞ്ഞു, ഫത്തഹ്, കെസർ, ലൊമ്മ്, സുക്കൂന്. അപ്പോ ഫത്തഹുകൾ ഓരോ അക്ഷരങ്ങൾക്കും, ഇപ്പോ അലിഫിന് ഫത്തഹ്, കെസർ, ലൊമ്മിട്ട് നമ്മൾ പഠിക്കും. ഫത്തഹ് ഇടുമ്പോ അലിഫിന് ഇങ്ങനെ അതുപോലെ ഇ, അതുപോലെ ഉ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിക്കും. ഇൻഷാ അള്ളാ നിങ്ങൾ റെഡി അല്ലേ? അങ്ങനെ ഓരോ അക്ഷരത്തിനും നമ്മൾ എന്ത് ചെയ്യും, ഹർക്കത്തുകൾ ഇട്ടിട്ടായിരിക്കും പിറ്റത്തെ ക്ലാസ്. അത് പഠിച്ചതിന് ശേഷം ആ ഇ ഉ ബാ ബി ബു താ തി തു പറഞ്ഞിട്ട് അടുത്ത പാട്ട്. ഇങ്ങനെ ഫുൾ പാട്ടും കഥയായിട്ട്. അതുപോലെ ഓരോ അക്ഷരത്തിനും കഥകളുണ്ട് ഇതിന്റെ പിന്നിൽ. ഇൻഷാ അള്ളാ അത് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അപ്പോ ഇനി എന്റെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. ചിലപ്പോ എന്താവും, നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഒരു ഏറിപ്പോ ഒരു 10-15 മിനിറ്റ് ഉണ്ടാകുള്ളൂ നമ്മളെ ക്ലാസ്. പക്ഷേ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. മുമ്പത്തെ ക്ലാസ് തന്നെ ഒരു 2-3 മിനിറ്റ് ഏറിയോ, ക്ഷമിക്കണം നിങ്ങൾ. അപ്പോ സമയമായിട്ടുണ്ട്, അപ്പൊ ചുരുക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുപോലെ അലിഫും ബാവിന് മാത്രമല്ലല്ലോ, അടുത്ത പേജ് മറിക്കുക. ഉസ്താദ് എഴുതി കാണിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് നമ്മൾ എഴുതി കാണിച്ച സായി മുതൽ സീന് ഷീനൊക്കെ താഴോട്ട് ഒരു പേജിൽ തന്നെ 10 കൊള്ളിക്കണം നമ്മൾ നിർബന്ധമില്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കൊള്ളുന്നില്ലെങ്കിൽ അടുത്ത പേജിൽ എത്രയാണ് കൊള്ളുന്നത് അത് എഴുതിക്കോളി കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ സായി, സീന്, ഷീന്, സ്വാദ്, ലോദ് ഇത്ര കൊള്ളില്ലെങ്കിൽ അത് മതി. പിന്നെ നെക്സ്റ്റ് പേജിൽ ബാക്കി എഴുതാം. എന്നിട്ട് വരകൾ ഇങ്ങനെ ഇതുപോലെ താഴോട്ട് വര വരച്ചതിന് ശേഷം ഓരോ അക്ഷരങ്ങളും താഴോട്ടായിട്ട് ഫില്ല് ചെയ്യാം.
ഇൻഷാ അള്ളാ. അങ്ങനെ ഈ നോട്ട് ചെറിയൊരു 5 രൂപയുടെ നോട്ടാണ്, 5 അല്ല 10 രൂപയുടെ നോട്ടാണ്. ഇത് ഫില്ല് ചെയ്യുമ്പോത്തിന് എല്ലാം റെഡി ആവും. എന്തെങ്കിലും സംശയങ്ങൾ ഭാവി നമ്മൾ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നമുക്ക് നോട്ട് എടുത്ത് മറിച്ചു വെക്കാലോ. അന്ന് പഠിച്ചത് ഇതാണ്, അതിനാണ് നിങ്ങളോട് വൃത്തിയായിട്ട് നോട്ട് എഴുതണം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും വൃത്തിയിൽ നോട്ട് എഴുതാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.